വിറ്റ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലെബനനിലെ പേജർ സ്ഫോടനം അന്വേഷണം ബൾഗേറിയയിലെ മലയാളിയുടെ കമ്പനിയിലേക്ക്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുകൾ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. നിപ്പ ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്, ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി. അരിയിൽ ഷുക്കൂർ വധക്കേസ് കൊലയാളികളും ഗൂഢാലോചന നടത്തിയവരും ശിക്ഷിക്കപ്പെടണമെന്ന് വി.ഡി. സതീശൻ. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വാർത്തകൾ വിശദമായി. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം ബൾഗേറിയയിലെ മലയാളിയുടെ കമ്പനിയിലേക്കും. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസിന്റെ ബൾഗേറിയയിലെ കമ്പനിയെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പേജറുകൾ വാങ്ങുവാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇയാളുടെ കമ്പനി ഉൾപ്പെട്ടെന്ന സംശയത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. റിൻസൺ ജോസിന്റെ നോർട്ട ഗ്ലോബൽ, നോർട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജറുകൾക്ക് പണം കൈമാറിയെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയത്. നിലവിൽ നോർവീജിയൻ പൗരത്വമുള്ള റിൻസൺ ജോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ യൂറോപ്യൻ അന്വേഷണ ഏജൻസികൾ ഇന്ത്യക്കും കൈമാറി. സ്ഫോടക വസ്തുക്കൾ പേജറിലേക്ക് എവിടെ നിന്നാണ് നിറച്ചതെന്നടക്കം ഇപ്പോഴും അജ്ഞാതമാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയതിലെ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ പുറത്തുവരുന്നത്. സാമ്പത്തിക ഇടപാടുകളാണെന്നും സ്ഫോടനവുമായി റിൻസൺ ജോസിന് നേരിട്ട് ബന്ധമുള്ളതായി തെളിവില്ലെന്നും അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കുന്നു. ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേരിലുള്ള പേജറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിൽ പൊട്ടിത്തെറിച്ചത്. എന്നാൽ തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും കമ്പനി ലോഗോ ഉപയോഗിക്കുവാനുള്ള അവകാശം ഒരു ഹംഗേറിയൻ കമ്പനിയായ BSCക്ക് നൽകിയെന്നുമാണ് തായ്വാൻ കമ്പനി വിശദീകരിച്ചത്. ഇതനുസരിച്ച് ഹംഗേറിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുവരികയാണ്. തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും നോർവീജിയൻ കമ്പനിക്ക് ഉപകരാർ നൽകിയെന്നുമാണ് ഹംഗേറിയൻ കമ്പനി മറുപടി നൽകിയത്. അങ്ങനെയാണ് അന്വേഷണം നോർവേയിലേക്കും അവിടെ നിന്ന് ബൾഗേറിയൻ കമ്പനിയിലേക്കും മലയാളിയിലേക്കും എത്തിയത്. BSCക്ക് ഇടപാടിനുള്ള പണം എത്തിയത് റിൻസൺ ജോസിന്റെ സ്ഥാപനങ്ങൾ വഴിയാണ്. നോർവേയിലെ ഓസ്ലോയിൽ താമസിക്കുന്ന റിൻസൺ ജോസ് തന്റെ കമ്പനികൾ ബൾഗേറിയയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നോർവേയിലെ DN മീഡിയ എന്ന മറ്റൊരു കമ്പനിയിൽ റിൻസൺ ജോലി ചെയ്യുന്നുമുണ്ട്. പണം കൈമാറ്റത്തിനുള്ള നിഴൽ കമ്പനിയായി റിൻസന്റെ കമ്പനി പ്രവർത്തിച്ചുവെന്നാണ് ഇപ്പോഴത്തെ അനുമാനം. ഏതാണ്ട് 15 കോടി രൂപയാണ് റിൻസൺ വഴി ഹംഗേറിയൻ കമ്പനിക്ക് കൈമാറിയത്. പേജറുകൾ നിർമ്മിച്ചതിലോ സ്ഫോടക വസ്തുക്കൾ ഇതിൽ നിറച്ച ഇസ്രായേൽ നീക്കത്തിലോ റിൻസന് പങ്കുള്ളതായി നിലവിൽ തെളിവില്ല. 2-ലധികം കമ്പനികൾ വഴി പണം കൈമാറിയിട്ടുണ്ടെങ്കിലും പേജറുകൾ ആര് നിർമ്മിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. UK-യിൽ കുറച്ചുകാലം ജോലി ചെയ്ത ശേഷമാണ് റിൻസൺ നോർവേയിലേക്ക് കുടിയേറിയത്. നോർവേയും ബൾഗേറിയയും റിൻസന്റെ കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. ഞാൻ കല്ലോടിയാണ് താമസിക്കുന്നത്. എൻ്റെ പെങ്ങളെ മകനാണ് റിൻസൺ. അവൻ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ജോലി ആവശ്യത്തിനായിട്ട് അവൻ നോർവേയിലേക്ക് പോയി. അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ അറിവ്. അതിനെപ്പറ്റി നമുക്ക് മോശമൊന്നും പറയാനില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇനി ഇപ്പം എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. ചാനലുകാരും പത്രക്കാരും എല്ലാം ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് താഴ്മയായി. 10 വർഷമായി പോയിട്ട് 10 വർഷമായി പോയിട്ട് ഇപ്പോൾ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. അവന് MBA കഴിഞ്ഞിട്ടാണ് പോയത്. അവിടെ പോയിട്ട് ആദ്യം പഠിക്കുമായിരുന്നു. പിന്നെ പല പല ജോലികളും ചെയ്തു. അങ്ങനെയാണ് കമ്പനി കയറിയത്. സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതായിട്ട് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പറഞ്ഞ നമുക്കറിയൂ. ഒരു 2-3 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. അന്നേരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ പോലെ സംസാരിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. കുടുംബം അവിടെയാണോ? അവന്റെ ഭാര്യ അവിടെയുള്ളത്. ഒരു പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. 3 ദിവസം മുമ്പ് വിളിച്ചായിരുന്നു. പഠിച്ചത് ഇവിടെ തന്നെ, ഇവിടെ മേരിമാത കോളേജിൽ പഠിച്ചായിരുന്നു. പിന്നെ ബാംഗ്ലൂർ പഠിച്ചു. അങ്ങനെയൊക്കെ പഠിച്ചോണ്ടിരുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ വിശ്വാസം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല. 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂലെന്ന്. വീട്ടിൽ അമ്മയുണ്ട്, അപ്പനുണ്ട്, വേറെ ആരും ഇപ്പം ഇവിടെയില്ല. അവരാകെ 3 ആളാണുള്ളത്. ഇരട്ടകളാണ്.
ഒരാളാണ് ഇപ്പോൾ നോർവേയിലുള്ളത്, ഒരാൾ UK ജോലി ചെയ്യുന്നത്. നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത്. ഈ കഴിഞ്ഞ അതെ. എന്നും തന്നെ വിളിക്കും. അതേക്കുറിച്ച് ക്ഷമിക്കണം, എനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ എന്തോ അതെ ജോലി കിട്ടി മാറിയതാ. എല്ലാവർക്കും നല്ല അഭിപ്രായം. അത് അയൽവാസികളൊക്കെ ഇവിടെ നിങ്ങളെ ബാക്കിൽ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം. അതായത് എങ്ങനെ അതെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. സ്വിച്ച് ഓഫ് അല്ല, അടിക്കുന്നില്ല, എടുക്കുന്നില്ല. ഇപ്പൊ പിന്നെ അടുത്ത ടൈം വിളിച്ചായിരുന്നു, കിട്ടിയിട്ടില്ല. എന്തോ ഒരു ചതിപ്രയോഗം നടന്നിട്ടുണ്ടെന്നാണ് നമ്മളെ കണക്കൂട്ടൽ. എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നമ്മളിവിടെയല്ലേ. ബംഗളൂരുവിൽ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഗോരി പാല്യ എന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ നടപടിയിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് റിപ്പോർട്ട് തേടി. കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദയാണ് വിവാദ പരാമർശം നടത്തിയത്. ബംഗളൂരുവിലെ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിക്കുകയും ഒരു അഭിഭാഷകയെക്കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും ചെയ്ത സംഭവത്തിലാണ് സുപ്രീം കോടതി സ്വമേധയാ ഇടപെട്ടത്. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് കോടതി ഉത്തരവിട്ടത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉൾപ്പെട്ട 5-അംഗ ബെഞ്ചാണ് റിപ്പോർട്ട് തേടിയത്. മൈസൂരു റോഡിലെ മേൽപ്പാലത്തിൽ പോയാൽ ഓരോ ഓട്ടോറിക്ഷയിലും 10 പേരെ കാണാം. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ എത്തുക ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലാണ്. അവിടെ നിയമം ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് വാദം കേൾക്കുന്നതിനിടെ ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദ പറയുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. വാദത്തിനിടെ ജസ്റ്റിസ് അഭിഭാഷകയോട് ആക്ഷേപാർഹമായ പരാമർശം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ 2 പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ S. ഖന്ന, BR ഗവായ്, S. കാന്ത്, H. റോയ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജഡ്ജിയുടെ പരാമർശത്തെക്കുറിച്ച് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയത്. ഭരണഘടന കോടതി ജഡ്ജിമാർക്ക് അവരുടെ പരാമർശങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ജഡ്ജിമാരുടെ പരാമർശങ്ങൾ കോടതികളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന മര്യാദയ്ക്ക് അനുയോജ്യമായിരിക്കണം. ചില അടിസ്ഥാന മാർഗനിർദ്ദേശങ്ങൾ നൽകാമെന്നും ബെഞ്ച് വ്യക്തമാക്കി. റിപ്പോർട്ട് അടുത്ത ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബില്ലുകൾ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചകൾക്ക് ശേഷമേ ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവരുവെന്നും ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാറെന്നും സർക്കാർ അറിയിച്ചു. പ്രതിപക്ഷവുമായി ഉടൻ രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കുവാനുള്ള രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ വിപുലമായ കൂടിയാലോചന നടത്തി സമവായം ഉണ്ടാക്കുവാനും മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു. ഭരണഘടനാ ഭേദഗതി പാസാക്കാനുള്ള സർക്കാരിന്റെ നീക്കം മറ്റൊരു നാടകം മാത്രമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇക്കഴിഞ്ഞ മാർച്ചിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ടിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം എല്ലാ നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പുകളും നടത്തുക എന്നതാണ് ശുപാർശ. ഇതിനായി ചില നിയമസഭകളുടെ കാലാവധി തൽക്കാലം കൂട്ടേണ്ടി വരും. കേരളം പോലെ ചില സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ കാലാവധി കുറയ്ക്കേണ്ടതായും വരും. ഇതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കാനാണ് മന്ത്രിസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകിയത്. TDP, JDU തുടങ്ങിയ സഖ്യകക്ഷികളും ഇതിനോട് യോജിച്ചു. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബിൽ ചർച്ചയിലൂടെ സമവായം ഉണ്ടാക്കിയേ കൊണ്ടുവരൂ. 18 ഭരണഘടനാ ഭേദഗതികളാണ് തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കാൻ ആവശ്യമുള്ളത്. ഇതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ മത്സരം ഒന്നിച്ചാക്കാനുള്ള 2 ബില്ലുകൾക്ക് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ 362 പേരുടെ പിന്തുണ വേണം. രാജ്യസഭയിൽ 163. NDAയുടെ അംഗസംഖ്യ ലോക്സഭയിൽ 300-ൽ താഴെയാണെന്നിരിക്കെ മന്ത്രിസഭ അംഗീകാരത്തിന് എന്ത് പ്രസക്തിയെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. തൃണമൂൽ കോൺഗ്രസ്, DMK എന്നീ 2 പാർട്ടികളും സർക്കാരിന്റെ കൂടെ ചേർന്നാലേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകൂ. പശ്ചിമ ബംഗാൾ, തമിഴ്നാട് നിയമസഭകളുടെ കാലാവധി 2029 വരെ നീട്ടി നൽകി ഇവരുടെ പിന്തുണ വാങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ 2026 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെച്ചാൽ കേരളത്തിലും അടുത്ത മത്സരം 5 കൊല്ലത്തിനു ശേഷമേ നടക്കൂ. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതോടെ ആകെ 37 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മലപ്പുറം ജില്ലയിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് പിടിപെട്ട വൈറസിന്റെ വകഭേദം കണ്ടെത്താൻ ജീനോം സ്ക്വീൻസിംഗ് നടത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു.
എംപോക്സ് ബാധിച്ച രോഗിയുടെ നില തൃപ്തികരമാണ്. എംപോക്സ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 23 പേരാണുള്ളത്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ന് പുതുതായി 2 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 81 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 177 പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും 90 പേർ സെക്കൻഡറി കോണ്ടാക്ട് പട്ടികയിലുമാണ്. പ്രൈമറി പട്ടികയിലുള്ള 134 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. രോഗലക്ഷണങ്ങളുമായി 2 പേർ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇവർ അടക്കം 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 21 പേർ പെരിന്തൽമണ്ണ EMS മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട്. എംപോക്സ് വൈറസിന്റെ 2B വകഭേദത്തിന് വ്യാപനശേഷി കുറവാണെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ ആഫ്രിക്കയിൽ കണ്ടെത്തിയ 1B വൈറസ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണ്. വൈറസിന്റെ വകഭേദം കണ്ടെത്തിയാൽ വ്യാപനശേഷി മനസ്സിലാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാകും. നിപ്പയുടെയും എംപോക്സിന്റെയും കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡോക്ടർമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 41 ദിവസമായി തുടരുന്ന സമരം അവസാനിപ്പിച്ച് ശനിയാഴ്ച മുതൽ അത്യാഹിത വിഭാഗങ്ങളിൽ തിരികെ ഡ്യൂട്ടിക്ക് കയറുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതേസമയം OP ബഹിഷ്കരണം തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ജോലിക്ക് കയറണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് ജൂനിയർ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിയാത്തത് ബംഗാളിലെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കടുത്ത സമരത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് ഡോക്ടർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിട്ടുണ്ട്. നാളെ കൊൽക്കത്തയിൽ റാലി നടത്തിയതിനു ശേഷം ഇപ്പോഴത്തെ സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ചർച്ച നടത്താതെ മടങ്ങിയിരുന്നു. ചർച്ച തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യം മുഖ്യമന്ത്രി നിരസിച്ചതോടെയാണ് ഡോക്ടർമാർ ചർച്ച നടത്താതെ മടങ്ങിയത്. സന്ദീപ് ഘോഷിനെ നേരത്തെ കോളേജിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ CBI അറസ്റ്റ് ചെയ്തിരുന്നു. പ്രശ്നം പരിഹരിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജി ഡോക്ടർമാരെ കണ്ടിരുന്നു. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ പഠിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മമത ഉറപ്പു നൽകിയിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, ദീദി എന്ന നിലയിലാണ് താൻ അഭ്യർത്ഥിക്കുന്നതെന്നും പറഞ്ഞാണ് മമതാ ബാനർജി സമരവേദിയിൽ നിന്ന് മടങ്ങിയത്. സുതാര്യമായ നടപടിയാണ് വേണ്ടതെന്നും ഉന്നയിച്ച ആവശ്യങ്ങളിൽ പരിഹാരമില്ലാതെ പിന്നോട്ടില്ല എന്നും ഡോക്ടർമാർ പ്രതികരിച്ചിരുന്നു. ലെബനനിൽ 20ഓളം പേരുടെ മരണത്തിനിടയാക്കുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടന പരമ്പരയ്ക്ക് കാരണമായ പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് നിർമ്മിച്ചു നൽകിയത് ഇസ്രായേലിന്റെ കടലാസ് കമ്പനിയാണെന്ന് റിപ്പോർട്ട്. ഹംഗറി ആസ്ഥാനമായ BSC കൺസൾട്ടിംഗ് ആണ് പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത്. BSCക്ക് ഇസ്രായേലുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ മറ്റു 2 ഷെൽ കമ്പനികൾ കൂടി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന്റെ ഹൈടെക് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നിരീക്ഷണം ഒഴിവാക്കാനും ഹിസ്ബുള്ള അംഗങ്ങൾ മൊബൈൽ ഫോൺ ഒഴിവാക്കണമെന്ന് നേതാവ് ഹസൻ നസ്രള്ള കഴിഞ്ഞ വർഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനു പകരമാണ് ട്രാക്കിംഗ് സാധ്യമല്ലാത്ത പേജറുകൾ വ്യാപകമാക്കിയത്. ഇതിന്റെ ഭാഗമായി പേജറുകൾ ഉണ്ടാക്കാൻ 2022 മെയ്യിലാണ് ഹംഗറിയിൽ ഇസ്രായേൽ BSC കൺസൾട്ടിംഗ് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചത്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ ഉണ്ടാക്കാൻ ഈ സ്ഥാപനം ലൈസൻസ് നേടിയെടുത്തു. സാധാരണ ഉപഭോക്താക്കളിൽ നിന്നാണ് പേജറുകൾക്കുള്ള കരാർ BSC എടുത്തിരുന്നത്. പക്ഷേ ഹിസ്ബുള്ളയായിരുന്നു ലക്ഷ്യം. അവർക്കുള്ള പേജറുകൾ പ്രത്യേകമുണ്ടാക്കി. അതിലെ ബാറ്ററികൾക്ക് സമീപം സ്ഫോടക വസ്തുവായ PETN തിരികെ വെച്ചു. 2022 വേനൽക്കാലത്തു തന്നെ കുറച്ച് പേജറുകൾ ലെബനനിലേക്ക് കയറ്റി അയച്ചു. നസ്രള്ളയുടെ ആഹ്വാനം വന്നതോടെ സ്ഫോടക വസ്തു വെച്ച പേജറുകളുടെ ഉൽപാദനം കൂട്ടി. പേജറുകൾ ഉണ്ടാക്കുക മാത്രമല്ല, മൊബൈൽ ഫോൺ ഭീതി ഹിസ്ബുള്ളയ്ക്കിടയിൽ പ്രചരിപ്പിച്ചതും ഇസ്രായേലാണെന്ന് അവരുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM നേതാക്കളായ P ജയരാജനും TV രാജേഷും സമർപ്പിച്ച വിടുതൽ ഹർജി തള്ളിയ CBI കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊലയാളികളും ഗൂഢാലോചന നടത്തിയവരും ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. P ജയരാജനും TV രാജേഷും സഞ്ചരിച്ച വാഹനം തടഞ്ഞെന്നാരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂറിനെ പരസ്യ വിചാരണ നടത്തി CPM ക്രിമിനൽ സംഘം ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊലയാളികളും കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരും
ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനലുകളും ശിക്ഷിക്കപ്പെടണം. രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത് CPM സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അറിവോടെയാണെന്ന UDF ആരോപണത്തിന് അടിവരയിടുന്നതാണ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBI സമർപ്പിച്ച കുറ്റപത്രം. CPM നേതാക്കൾക്കൊപ്പം ആശുപത്രി മുറിയിൽ ഗൂഢാലോചന നടത്തിയ 2 ക്രിമിനലുകൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകളും CBI ഹാജരാക്കിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ കൊടും ക്രിമിനലുകൾക്ക് ഇപ്പോഴും സംരക്ഷണം ഒരുക്കുകയും ബോംബ് നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിയുകയും ചെയ്യുന്ന CPM ഷുക്കൂർ വധക്കേസ് പ്രതികളെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പാണ്. മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും അതിന്റെ നേതാക്കളും സർക്കാരിന് നേതൃത്വം നൽകുന്നു എന്നത് കേരളത്തിന് അപമാനമാണ്. രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തുന്നതും ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്തും മാല പൊട്ടിക്കലുമെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് CPMലെ പുതുതലമുറ നേതാക്കളെങ്കിലും തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലിന്റെ നിയമവിരുദ്ധ അധിനിവേശം 12 മാസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം UN പൊതുസഭ പാസാക്കി. പാലസ്തീൻ അവതരിപ്പിച്ച പ്രമേയത്തെ 124 പേർ അനുകൂലിച്ചു. US-ഉം ഇസ്രായേലും അടക്കം 14 പേർ എതിർത്തു. ഇന്ത്യ അടക്കം 43 രാജ്യങ്ങൾ വിട്ടുനിന്നു. UN-ൽ നിരീക്ഷണ പദവി മാത്രമുള്ളതിനാൽ പാലസ്തീന് UN പൊതുസഭയിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കില്ലായിരുന്നു. പൊതുസഭാ പ്രമേയങ്ങൾ നടപ്പിലാക്കുവാൻ നിയമപരമായ ബാധ്യതയുമില്ല. എന്നാൽ 193 അംഗങ്ങളിൽ 124 പേർ അനുകൂലിച്ചത് പാലസ്തീൻ വിഷയത്തിലെ അന്താരാഷ്ട്ര നിലപാടിന് തെളിവാണ്. 1967 മുതൽ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി 7 ലക്ഷം യഹൂദരെയാണ് ഇസ്രായേൽ സർക്കാർ താമസിപ്പിച്ചിട്ടുള്ളത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UN-ന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജൂലൈയിൽ വ്യക്തമാക്കിയിരുന്നു. കോടതി വിധിയെ അടിസ്ഥാനമാക്കിയാണ് UN പ്രമേയം അവതരിപ്പിച്ചത്. നയതന്ത്ര തീവ്രവാദമാണ് UN പ്രമേയത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. അതിനിടെ ലെബനനിലുണ്ടായ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസ്രല്ല ആരോപിച്ചു. ആരോപണം യുദ്ധക്കുറ്റവും യുദ്ധ പ്രഖ്യാപനവുമാണ്. ഗാസയിലെ അതിക്രമം അവസാനിപ്പിക്കുന്നതുവരെ ഹിസ്ബുള്ളകൾ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുമെന്ന് TV പ്രസംഗത്തിൽ നസ്രുള്ള പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 മിനിറ്റുകൾ കൊണ്ട് 5000 പേരെ വകവരുത്തുവാനാണ് ഇസ്രായേൽ ശ്രമിച്ചത്. ലെബനന്റെയും ലോകത്തിന്റെയും ചരിത്രത്തിൽ മുൻ നടപ്പില്ലാത്ത ആക്രമണമാണ് ഉണ്ടായതെന്ന് നസ്രുള്ള പറഞ്ഞു. 4000 പേജറുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ആയിരക്കണക്കിന് പേരെ കൊല്ലാൻ ശ്രമിച്ചത് കൊടും ഭീകരതയാണ്. കുറെ പേജറുകൾ കേടായതും കുറെ എണ്ണം പുറത്തെടുക്കാതിരുന്നതും മൂലം ഒട്ടേറെ മരണങ്ങൾ ഒഴിവായി. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടും പ്രതിരോധ മന്ത്രി യോവാവ് ഗാലന്റിനോടും പറയുന്നതായും നസ്രുള്ള കൂട്ടിച്ചേർത്തു. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ്. 1.5 ആഴ്ച മുമ്പ് DGPക്ക് നൽകിയ ശുപാർശയിൽ സർക്കാർ നടപടിയെടുക്കാത്തതിൽ CPI-യിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനം ഉയർന്നിരുന്നു. മുൻ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരായ ആരോപണങ്ങളിലും വിജിലൻസ് അന്വേഷണം നടത്തും. വിജിലൻസ് അന്വേഷണം കൂടിയായതോടെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ കഴിയില്ല. DGP ശുപാർശ നൽകി 5 ദിവസത്തിന് ശേഷമാണ് തീരുമാനം. സ്വത്ത് സമ്പാദനം, കവടിയാറിലെ വീട് നിർമ്മാണമടക്കമുള്ള ആരോപണങ്ങളിലാണ് DGP ഷെയ്ഖ് ദർവേ സാഹിബ് ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. ആരോപണങ്ങളിൽ ഷെയ്ഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘവും അന്വേഷണം നടത്തുന്നുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക. സസ്പെൻഷനിൽ തുടരുന്ന മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെയും അന്വേഷണമുണ്ടാകും. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വ്യാപകമായ വിമർശനം സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. ഘടകകക്ഷിയായ CPI ഉൾപ്പെടെ ADGPക്കെതിരെ നടപടി വേണമെന്നാവശ്യം ശക്തമായി ഉന്നയിച്ചതോടെയാണ് 1.5 ആഴ്ചയ്ക്ക് ശേഷം സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൂടാതെ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമി എന്ന മുഹമ്മദ് അട്ടൂരിന്റെയും തിരോധാനത്തിലും ADGP സംശയത്തിന്റെ നിഴലിലാണ്. ക്രൈംബ്രാഞ്ചാണ് മാമി കേസ് അന്വേഷിക്കുന്നത്. ഇതിനെല്ലാമൊപ്പം വിജിലൻസ് അന്വേഷണം കൂടി വരുന്നതോടെ ക്രമസമാധാന ചുമതലയിൽ തുടരുക എന്നത് അജിത് കുമാറിനെ ഏറെ ബുദ്ധിമുട്ടാകും. അല്ലെങ്കിൽ ഇനി നടന്നെങ്കിൽ, വാദത്തിന് സമ്മതിക്കാൻ നടന്നെങ്കിൽ 5 മാസമായിട്ടും ഒരാഴ്ചയ്ക്കും റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്ന് അറിയിച്ച അറിയിപ്പ്. ഒരാഴ്ച. ഈ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയുള്ളത്?
അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് കൊടുത്തിട്ട്, മാധ്യമപ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്തിട്ട്, പൊതുസമൂഹത്തിന് അറിയിപ്പ് കൊടുത്തിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്ക് അപമാനകരമല്ലേ? അപമാനമല്ലേ? ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അന്വേഷണത്തിലൊന്നും അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണ്. സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളാണ് ഇതിനിടയിൽ മൂടി വെക്കപ്പെട്ടിരിക്കുന്നത്. ആ രഹസ്യങ്ങൾ പുറത്താകുമോ എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെയും CPM നേതൃത്വത്തെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരായിട്ടൊരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും ഇപ്പോഴും അതേ സ്ഥാനത്തിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഇവരെ എല്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത്. അതുകൊണ്ട് അവർക്കെതിരായി നടപടിയെടുക്കാൻ ഭയമാണ്. 15 MLA മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാം പറഞ്ഞു, എന്നിട്ട് ചെറുവിരൽ അനക്കിയോ? അപ്പൊ അയാളെയും പേടിയാണ്. എല്ലാവരെയും ഭയന്ന് ഇപ്പൊ മാറുകയാണ്. ഇപ്പൊ ഇരട്ടച്ചങ്കരാണെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എല്ലാവരെയും ഭയന്ന് മാധ്യമപ്രവർത്തകരോട് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിച്ചിട്ട് എത്ര നാളായി? നിങ്ങൾ ആരും ഇത് ഗൗരവമായിട്ട് എടുക്കുന്നില്ലല്ലോ. ഇതെന്താ മോഡിക്ക് പഠിക്കുകയാണ്? അദ്ദേഹം മോഡിക്ക് പഠിക്കുകയാണ്. നിങ്ങളോട് പറയില്ലേ, ഗുരുതരമായ അദ്ദേഹത്തിന്റെ 8-8.5 വർഷക്കാലത്തെ മുഖ്യമന്ത്രി പദത്തിനിടയിലുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മൗനം പാലിക്കുകയാണ്. ഇന്ന് വരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റിപ്ലൈയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, പറയാനില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഉത്തരവില്ല. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കർശന വ്യവസ്ഥകളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 7.5 വർഷത്തിനു ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത്. പ്രതിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻപ് പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ജാമ്യവ്യവസ്ഥ എന്താണ് എന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്നാവശ്യം സംസ്ഥാന സർക്കാരിനെ വിചാരണ കോടതിക്ക് മുമ്പിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ട് പോകരുതെന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും വിചാരണ കോടതിയുടെ ജാമ്യവ്യവസ്ഥയിലുണ്ട്. ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ. നമ്പർ കോടതിയെ അറിയിക്കണം. സാക്ഷികളുമായോ മറ്റു പ്രതികളുമായോ സംസാരിക്കരുതെന്നും ജാമ്യവ്യവസ്ഥയിലുണ്ട്. 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. 2 ആൾ ജാമ്യത്തിലാണ് സുനി പുറത്തിറങ്ങുന്നത്. വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 7.5 വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസത്തോളമാണ് കേസിലെ 8-ാം പ്രതിയായ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത്. എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട വിസ്താരം നടന്നത് എന്നും ഇതെങ്ങനെ വിചാരണ കോടതി അനുവദിച്ചു എന്നും സുപ്രീം കോടതി വാദം കേൾക്കലിനിടെ ചോദിച്ചു. ഇത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 2017 ഫെബ്രുവരി 17-നാണ് നടി ആക്രമിക്കപ്പെട്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നടിയുടെ കാറിൽ മറ്റൊരു വാഹനം ഇടിപ്പിച്ച് നിർത്തുകയും പൾസർ സുനിയും സംഘവും കാറിനുള്ളിൽ കയറി നടിയെ ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണിയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. പൾസർ സുനിയും സുഹൃത്തായ വിജീഷും സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം പോലീസിനെ വെട്ടിച്ച് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയപ്പോൾ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് മാർച്ച് 10-ന് സുനിയെയും വിജീഷിനെയും റിമാൻഡ് ചെയ്തു. ഇടയ്ക്ക് പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ഏതാനും മണിക്കൂറുകൾ ഇളവ് അനുവദിച്ചതൊഴിച്ചാൽ അന്നു മുതൽ പൾസർ സുനി ജയിലിലാണ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.